ഒരാള് സജീവല്ലേ നിന്റെ വീടിന്റെ അടുത്തുള്ള? കാശില്ലെങ്കിൽ എവിടെന്നേലും വാങ്ങിച്ചു കൊടുക്ക്. ആ ലില്ലി ചേച്ചിയുടെ അടുത്തൊരു സിറ്റ് വിളിച്ചിട്ടുണ്ട്, ചോദിച്ചു നോക്കാം. നമ്മുടെ സേവിയാന്റെ അടുത്ത് പോയിട്ട് കുറച്ച് പൈസ തയ്ച്ചോ. നടക്കാൻ പറ്റണ ഇവിടെ കയറി ഒരു ഗ്ലാസ് കള്ളാൻ കുടിച്ചോ. ചേട്ടാ രാസലായനി അടിച്ച് കരളുകൾ അരിപ്പയാക്കാതെ നാട്ടുകൾ ഇത് കഴിച്ച് കരളിനുറപ്പ് കൂട്ടുക നാം, നാടിൻ കരുത്തു കാട്ടുക നാം. ചേട്ടാ ഒരു കുപ്പി കൂടി പറഞ്ഞേ. കഴിക്കാന്നുള്ള വേറെ കഴിക്കാനൊക്കെ ഉണ്ട്. എന്താ പരിചയമില്ലാത്ത പറഞ്ഞോ? പരിചയമില്ലാണ്ടൊന്നുമല്ല, ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടേ. സജീവ് ഫ്രം മലയാറ്റൂർ. ഓ, അപ്പൊ നമ്മുടെ മണിയുടെ ഭാര്യ ഷീലയുടെ തൊട്ട് നൈബർ. അത് പറ. അടിക്കോ? അടിക്ക്, പക്ഷേ ഇതല്ല. എന്ത് കാര്യത്തിന്? രാസലായനി അടിച്ച് കരളിന് അരിപ്പ വീഴ്ത്താതെ ഈ നാട്ടുകൾ ഇത് കഴിച്ച് കരളിനുറപ്പ് കൂട്ടുക നാം, നാടിൻ കരുത്ത് കാട്ടുക നാം. ബാവിടെ ഇരിക്കുമ്പോൾ വർത്താനം പറയാം, സംസാരിക്കാനുണ്ട്. വാ. രാസലായനി ഈ രാസലായനി അടിച്ച് കരളുകൾ അരിപ്പയാക്കാതെ. സജീവ് ഫ്രം മലയാറ്റൂർ. എടാ പോയിട്ടേ 2000 രൂപ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തൃപ്തിപ്പെടും. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യും. മതി കേട്ടോ, സമാധാനമായിട്ട് പോ. എൻ്റെ മോള് സമാധാനമായിട്ട് പോ, നമുക്ക് പിന്നെ കാണാം. കള്ളിൻ്റെ 450 50 ചേട്ടൻ വെച്ചോ. കൂട്ടെ മറക്കില്ല കേട്ടോ. പാവം നടന്ന് ക്ഷീണിച്ചു. നീ ഒരു രൂപ കള്ളെടുത്തേ. അത് വേട്ട. എടാ മണി, ഇതൊക്കെ നാണാവൂലടാ. ഈ നാട്ടിൽ നിന്ന് മൊത്തം കടം മേടിച്ചത് പോരാണ്ട് പെണ്ണുമ്പിളിയുടെ നാട്ടിൽ പോയി കടം മേടിച്ചാണോ? നീ എന്ത് പ്രാന്തായി പറയണത്? നീ ഒന്നും പറയണ്ട. ആ സജീവ് എന്നോട് എല്ലാം പറഞ്ഞു. സജി അവനെ ഞാൻ സഹായിച്ചാലേ. എടാ, കടം മേടിച്ചിട്ട് മുങ്ങി നടക്കണ സഹായം. പോക്കരുത്തരം പറയരുതാ. ഞാൻ വന്നിട്ട് പോയാ പോരാണ് അച്ഛന്. അതിപ്പോ കിട്ടുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായില്ലല്ലോ. ഷീല അളിയനെന്ത് പരിപാടിയാണ് കാണിച്ചത്? കാശ് തരാമെന്നും പറഞ്ഞും പുള്ളിക്കാരൻ വിളിച്ചിട്ടും പോയിട്ട് ആ ഷാപ്പിൽ കയറിയിട്ട് മണിക്കൂർ നന്നായി. എന്തോരം നേരം അവിടെ നിന്ന് പറയാം, പറ്റിക്കരുതെന്ന് പറയണം കേട്ടോ. ഞാൻ പോവോ ഷീല? കേട്ടോ പോളെ പോവല്ലേട്ടാ, എൻ്റെ ഇപ്പം ഇതുള്ളൂ, ഇത് പോക്കി. ആരാ പോയത്? സജീവ്. സജീവാ? ആ, അവന് പൈസ കൊടുത്താ? കൊടുത്തു. എന്റെ ദൈവമേ, പണി കിട്ടിയില്ലോടി. നല്ല പണിയാ കിട്ടിയ. ഞാൻ വല്ല കാറും വിളിച്ച് പോയാനെ. ഏറ്റവും സമാധാനപ്പെടും ചേട്ടാ. സജീവേ, നീ പോയില്ലേ? അയ് കാലൊക്കെ ഭയങ്കര മരവിപ്പായിട്ടേ. എന്നിട്ട് മരയപ്പ് മറിയോടെ നിന്റെ
ഷാപ്പിൽ കൊടുത്ത പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുണ്ട്. എന്നാലും കരഞ്ഞു നീ ഞങ്ങളുടെ ചങ്ക് തേർത്ത് കളഞ്ഞിട്ടാ. ഞാൻ പോക്കട്ടെ. അങ്ങനെ അവിടെ പോയാലോ നീ?